ഈ അടുത്ത സമയത്ത് ഇലക്ഷന്റെ പ്രഖ്യാപനം അങ്ങോട്ട് കഴിഞ്ഞു, ഇലക്ഷൻ അങ്ങോട്ട് അടുത്തു തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പരസ്യം, പത്രപരസ്യം. ഇഷ്ടം പോലെ പണം കയ്യിലില്ലേ? പത്രത്തിന്റെ എല്ലാം ഫ്രണ്ട് പേജ്, എല്ലാ പ്രമുഖ പത്രങ്ങളുടെയും അതുപോലെ ഓരോ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലാണ് ഈ പരസ്യം കൊടുത്തേക്കുന്നത്. എന്താ പരസ്യം കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത്? എന്താ? ഓരോ സ്റ്റേറ്റിനെ ആക്ഷേപിക്കാനുള്ള സ്ഥലം ഇട്ടേക്കാണ് അവിടെ. കാരണം BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ എവിടെ ഉണ്ടോ അവരെയൊക്കെ ആക്ഷേപിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറ്റുകയാണ്. ഈ ഇലക്ഷൻ കൊണ്ടുവന്നിട്ട് മാറ്റുകയാണ്. ആ മാറ്റുമ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്? കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം വെളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ശരിയാണ്, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ചെറുപ്പക്കാരൊക്കെ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഇന്ത്യയിലെ എന്നവർ പറയണം. ആ ഇന്ത്യ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ആക്ഷേപമായിരിക്കും. കാരണം ഇപ്പൊ അങ്ങനെ ഒരു മുന്നണി ഉണ്ടായല്ലോ. അതുകൊണ്ട് ഭാരതത്തിൽ എന്ന് പറഞ്ഞോട്ട് അവർക്ക് വേണ്ടത് ഭാരതമാണ്. ഭാരത് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഭാരതത്തിലെ ചെറുപ്പക്കാരെല്ലാം വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സത്യമാണ്. ആര് കാരണമാണ് പോകുന്നേ? ഈ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇവിടെ നമ്മുടെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും കാരണമായി ഇവരെല്ലാം വെളിയിലോട്ട് പോകുന്നത്. കുഴപ്പമില്ല. അത് കേരളത്തിൽ നിന്ന് മാത്രമാണോ പോണേ? ഈ കേരള സംസ്ഥാനത്തെ ആക്ഷേപിക്കാൻ മലയാളികളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ പുരുഷന്മാരെല്ലാം ചെറുപ്പക്കാരെല്ലാം വെളിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരാണോ വെളിയിലേക്ക് പോകുന്നത്? ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ പോകുന്നത് ഗുജറാത്തിൽ നിന്നല്ലേ? ഗുജറാത്ത് ഇവരുടെ സ്വന്തം സ്ഥലമായിട്ടല്ലേ ഗണിക്കുന്നത്. BJPയുടെ തട്ടമാണല്ലോ ഗുജറാത്ത് എന്നല്ലേ അവർ കണക്കാക്കുന്നത്. ആ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ സംസ്ഥാനമല്ലേ? ആ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെളിയിൽ പോകുന്നത്. എന്താ അത് പറയാത്തത്? ഗുജറാത്തിൽ നിന്ന് വെളിയിൽ പോകുന്നത് ഇവിടെ മലയാളികളെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എളുപ്പം ഉള്ള ഒരു കാര്യം ചെയ്യാൻ. കാരണം എന്താണെന്നറിയോ? ഇവിടെ അവർക്ക് ക്ലച്ച് പിടിക്കാത്ത ഒരു സ്ഥലമാണ്. നോക്കുമ്പോൾ ഇവിടെ ഒരു സ്വാധീനമൊന്നും BJPക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുക, ആക്ഷേപിക്കുക, ഈ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള ഒന്നും കൊടുക്കാതിരിക്കുക. ഇവിടുത്തെ ജനങ്ങളെയല്ലേ അൾട്ടിമേറ്റ്ലി കഷ്ടപ്പെടുന്നത്? ഇവിടുത്തെ ഗവൺമെന്റിനെയോ CPM-നെയാണോ ഈ കഷ്ടപ്പെടുത്തുന്നത്? നേരെ മറിച്ച് ഇവിടുത്തെ ജനങ്ങളെയല്ലേ കഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ മലയാളികൾ മാത്രമൊന്നുമല്ല വിദേശത്ത് പോകുന്നത്. ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പോയിക്കൊണ്ടിരിക്കും. വലിയ താമസമില്ല, അതൊരു 10 വർഷം കഴിയുമ്പോഴേക്ക് നമ്മുടെ കേരളവും ഭാരതവും യഥാർത്ഥത്തിൽ വയസ്സന്മാരുടെ നാടായിട്ട് മാറും. കാരണം ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്ന എന്തിനു നിൽക്കണം? അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള അവകാശമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാനുള്ള അവകാശമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റുന്നില്ല, ഇനി അവർക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കിട്ടുന്നില്ല, അവർക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ല, അവർക്ക് മനുഷ്യരോട് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല, കൊടിയുടെ നിറം നോക്കിയേ സംസാരിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ളപ്പോ അവരെന്ത് ചെയ്യും? ചെറുപ്പക്കാരെ എങ്ങനെ ഇവിടെ ഇഷ്ടപ്പെടും? അവർ പോവും. കുറ്റമല്ല, ഈ വ്യവസ്ഥിതി മാറണം. ഇല്ലാത്തിടത്തോളം കാലം അവർ പോയിക്കൊണ്ടിരിക്കും. പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മലയാളികൾ മാത്രമൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവനും ഒഴുക്കാണ് വിദേശങ്ങളിലേക്ക്. ഇന്ത്യ ഒരു വലിയ ഹബ്ബായിട്ട് ഇപ്പൊ അവിടെ വിദേശങ്ങള് ഒരു ഹബ്ബായിട്ട് തന്നെ മാറിയേക്കാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ. കാരണം യൂറോപ്പ് അത് അട്രാക്റ്റീവായിട്ടുള്ള ജോലി കിട്ടും, വരുമാനം കിട്ടും, അന്തസ്സോടുകൂടി ജീവിക്കാം. ഒരിക്കലും ഒരുത്തന്നെ റോഡിൽ പോകുന്നവനെ എടുത്തിട്ട് അടിക്കാൻ പോകുന്നില്ല. അവിടെ രാഷ്ട്രീയം ഇങ്ങനെയുള്ള പണികളൊന്നുമില്ല, ചോദ്യം ചെയ്യലൊന്നുമില്ല. കാണുന്നവന് എന്തെങ്കിലും അവിടെ ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ അതിനെ ഗുണ്ടകൾ നേരിടാനില്ല, ഒന്നുമില്ല. അപ്പൊ ഈ ഗുണ്ടാ ഭരണങ്ങളൊന്നും ഇല്ലാത്തപ്പോ ആളുകൾ അങ്ങോട്ട് പോകും. എന്തിനീ വഴക്കിന് ഇവിടെ കിടക്കുന്നു എന്നൊരു തോന്നല് വരും. ഈ നാടിനോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലേ ഞാനും എന്നേ പോയേനെ ഇവിടുന്ന്. കാരണം ഞാനും ചിന്തിക്കാറുണ്ട്, ഇവിടെ ഈ വഴക്കിന്റെ ഇടയിൽ എന്തിന് കിടക്കണം? ഈ അക്രമവും അഴിമതിയും കാണുന്നതിന്റെ ഇടയിൽ വേണ്ടേ നമ്മൾ കിടക്കാൻ എന്ന് ചെറുപ്പക്കാർ ചിന്തിച്ചാൽ അതിന് കുറ്റമുണ്ടോ? പോവും. പോകുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പല്ലുകുത്തി മണപ്പിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്നത്. ഇവിടുന്ന് ആള് പോകുന്നു. കേരളത്തിൽ നിന്നല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. ഒന്ന് തിരിച്ചറിഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ പോകുന്ന ഗുജറാത്തിൽ നിന്നാണ്. നിങ്ങൾ പോയി കഴിഞ്ഞ് നോക്കിക്കോളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തി സ്ട്രീറ്റുകൾ വരെ പല രാജ്യങ്ങളിലുണ്ട്. അത് കാണാം നമുക്ക്. വിദേശത്ത് പോകുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. വിദേശത്ത് പോകുന്ന അതിനായിരിക്കണം. കണ്ണ് തുറന്ന് കാണാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ചുവപ്പ് പരവതാനിയിലൂടെ നടക്കാൻ മാത്രമാണ് വിദേശം ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് കാണാൻ പറ്റത്തില്ല. വിദേശത്ത് എന്തിനാ ആളുകൾ പോകുന്നു എന്നുള്ളത് ഈ അട്രാക്റ്റീവായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്ക് ഒഴുകുന്നത്. അതൊന്ന് തിരിച്ചറിഞ്ഞോളൂ. അത് അങ്ങ് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മലയാളികൾക്ക്
അല്ലെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് അങ്ങയ്ക്ക് തന്നെ ആക്ഷേപമാണെന്നാണ്. അങ്ങ് ഭരിക്കുന്ന രാജ്യത്തു നിന്നാണ് പോകുന്നത്. കേരളം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? അല്ല എന്നുള്ള കരുതൽ മാറ്റണം ആദ്യം. അതൊന്ന് ആ ചിന്തയൊന്ന് മാറ്റിക്കഴിഞ്ഞാലേ ഇനി നമ്മൾ ഈ സംസ്ഥാനത്തെ ആക്ഷേപിക്കുന്നതെന്ന് അങ്ങേക്ക് മാറാൻ ഒക്കുള്ളൂ.